ഹാർഡ് ടോപ്പിക്ക് പോലും വളരെ ലളിതമായി പറയാൻ കുട്ടിയെ നമുക്ക് പരിശീലിപ്പിക്കാം. പലപ്പോഴും കൺസെപ്റ്റ് പിടികിട്ടാത്തതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. നമ്മുടെ ടെക്സ്റ്റിലുള്ള ഡെഫിനിഷനും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതും തമ്മിൽ ഉള്ള വ്യത്യാസം കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ബൈ പ്രാക്ടീസ്. അങ്ങനെ ചെയ്താൽ ലളിതമായ ഏത് കഠിനമായ സബ്ജക്റ്റും വളരെ ലളിതമായി കുട്ടിക്ക് ഉൾക്കൊള്ളാനും പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റും, മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും. ഡെഫിനിഷൻ നമ്മൾ കാണാതെ പഠിക്കുകയാണെങ്കിൽ പലപ്പോഴും അത് ഓർത്തെടുക്കാൻ കുട്ടിക്ക് കഴിയാതെ വരാം. ഉദാഹരണമായി മാത്തമാറ്റിക്സിലെ ലളിതമായ കാര്യങ്ങൾ, ഇപ്പോൾ ഫ്രാക്ഷൻ, ഉദാഹരണമായി ഫ്രാക്ഷനാണ് പഠിപ്പിക്കുന്നതെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുക 1/2, 1/3, 1/4 തുടങ്ങിയ നമ്പറുകളെ പരിചയപ്പെടുത്താൻ ശ്രമിക്കലാണ് സാധാരണ ടെക്സ്റ്റുകളിൽ ചെയ്യുക. അതിന് പകരം നമുക്കിപ്പോൾ ഒരു ആപ്പിൾ എടുത്ത് തുല്യമായ 2 ഭാഗങ്ങളായി മുറിക്കുന്നു, അല്ലെങ്കിൽ 4 ഭാഗങ്ങളായി മുറിക്കുന്നു. ഓരോ ഭാഗവും എടുത്ത് കുട്ടിയോട് ചോദിച്ചാൽ, അത് ഇപ്പോൾ 4 ആണെങ്കിൽ 4 ഭാഗമായിട്ടാണ്, തുല്യ ഭാഗങ്ങളാണ് മുറിക്കുന്നതെങ്കിൽ ഒരു ആപ്പിളിൻ്റെ 4/1 ഭാഗമാണ് ഇത് എന്ന് കുട്ടിക്ക് പറയാൻ കഴിയും. ഇപ്പോൾ 2 ആണെങ്കിൽ 2 ഭാഗമാണ് എന്ന് പറയും. അപ്പോൾ അവിടെ വരുന്നത് കുട്ടിക്ക് ഭാഗം എന്നുള്ളതാണ് കുട്ടി മനസ്സിലാക്കുന്നത്. ആ നമ്പറിൽ നിന്ന് ഭാഗത്തിലേക്ക് കുട്ടിക്ക് റിയൽ ലൈഫ് സിറ്റുവേഷനുമായി ബന്ധപ്പെടുത്തി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആ കാര്യങ്ങൾ ഒരിക്കലും മറന്നു പോവുകയോ കഠിനമായി തോന്നുകയോ ചെയ്യില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് ആണ് നമ്മൾ പഠിപ്പിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ കുട്ടി പഠിക്കുന്നതെങ്കിൽ, ഇലക്ട്രിസിറ്റിയുടെ ഡെഫിനിഷൻ എന്താണ്? കറണ്ട് ഈസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്നാണ് നമ്മുടെ ടെക്സ്റ്റിൽ കാണുക. അതിന് പകരം നമ്മുടെ പൈപ്പുകളിലൂടെ വെള്ളം ഒഴുകുന്നത് പോലെ വൈദ്യുതി കമ്പികളിലൂടെ ഒഴുകുന്നതാണ് കറണ്ട് എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ ആ കൺസെപ്റ്റ് വളരെ പെട്ടെന്ന് തന്നെ കുട്ടിക്ക് മനസ്സിലാകും. കാരണം പൈപ്പിലൂടെ വെള്ളം വരുന്നത് കുട്ടി കണ്ടിട്ടുണ്ട്, ഒഴുകി വരുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഗ്രാവിറ്റിയെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നതെങ്കിൽ, ഇതെല്ലാം ചെറിയ ക്ലാസ്സിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. അപ്പോൾ ബേസ് അങ്ങനെ വന്ന് അതിൽ മുകളിലേക്ക് കൂടുതൽ സബ്ജക്റ്റുകളുടെ ആഴങ്ങളിലേക്ക് ഉയർന്ന ക്ലാസ്സുകളിൽ പോകാൻ കഴിയും. പക്ഷേ ബേസ് നമുക്ക് ലളിതമായി മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിലേ അതിലേക്ക് പോകാൻ പറ്റും, അല്ലെങ്കിൽ അതൊരു കഠിനമായി ആ സബ്ജക്റ്റുകളിൽ തോന്നാം. ഇപ്പോൾ ഗ്രാവിറ്റിയെക്കുറിച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ ഇപ്പോൾ പന്ത് മുകളിലേക്ക് എറിയുന്നു. ആ എറിയുന്ന പന്ത് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ തിരിച്ച് ഭൂമിയിലേക്ക് വരും. അപ്പോൾ ഭൂമിയുടെ ആകർഷണത്തിൻ്റെ ഫലമായിട്ടാണ് ആ പന്ത് തിരിച്ച് വരുന്നത് എന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ അത് കുട്ടിക്ക് ഓർത്തെടുക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ കുട്ടി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കഴിയുന്നതും ഗ്രാഫുകൾ ഉപയോഗിച്ച്, അതായത് പിക്ചറൈസ് ചെയ്ത് കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കത് ഓർത്തെടുക്കാൻ എളുപ്പമാണ്. നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പ്രത്യേകതയാണ് വിഷ്വലൈസേഷൻ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഓർമ്മ നമുക്ക് റിട്രൈവ് ചെയ്യാനുള്ള ശേഷി വർദ്ധിക്കും. അപ്പോൾ ഗ്രാഫുകൾ ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ കഥകളുമായി ബന്ധപ്പെടുത്തി ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ അങ്ങനെ ഒരു സ്റ്റോറി കൂടി ബിൽഡ് ചെയ്താണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അതും കേൾക്കുന്ന ആളും മറക്കില്ല, പറയുന്ന ആളും മറക്കില്ല. അപ്പോൾ ആ ഒരു ലേണിംഗ് എബിലിറ്റിയും ടീച്ചിങ് എബിലിറ്റിയും അതിലൂടെ വർദ്ധിപ്പിക്കാൻ കഴിയും. അത്തരം കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ കാര്യങ്ങളിലും പുസ്തകങ്ങളിൽ നിന്ന് റിയൽ ലൈഫ് സിറ്റുവേഷനുമായി ബന്ധപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യാൻ കുട്ടിയെ വളരെ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിപ്പിച്ചെടുക്കുന്നത് വളരെയേറെ ഗുണകരമായിരിക്കും.